ഖുർആനിൽ പല സ്ഥലങ്ങളിൽ ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇതിലെ ദൃഷ്ടാന്തം എന്നാൽ എന്ത് എന്നാണ് ചോദ്യകർത്താവിൻ്റെ ചോദ്യം. പണ്ഡിതന്മാർ പറയും അള്ളാഹ്ക്ക് 2 കിതാബുകളുണ്ട്. ഒന്ന് കിതാബുൻ മഖ്ലൂഖുൻ മഷ്ഹൂദ്, ഒന്ന് അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ്, അത് മഷ്ഹൂദാണ്, നമുക്ക് ദൃക്സാക്ഷ്യമായിട്ടുള്ള കിതാബാണ്. മറ്റൊന്ന് കിതാബുൻ മുനസ്സലുൻ മഖ്റൂ, അള്ളാഹു അവതരിപ്പിച്ച പാരായണത്തിനുള്ള കിതാബാണ്. 2 കിതാബാണ്. ഈ 2 കിതാബും അള്ളാഹുവിൻ്റെ 2 ദൃഷ്ടാന്തങ്ങളാണ്. അതിൽ ഒന്ന് നമുക്ക് കണ്ടും കേട്ടും അനുഭവിച്ചും ഒക്കെ മനസ്സിലാക്കാനുള്ള അള്ളാഹിൻ്റെ സൃഷ്ടി, ഉലകമാകുന്ന കൗൻ, ഈ പ്രപഞ്ചമാകുന്ന അള്ളാഹിൻ്റെ കിതാബാണ്. അതിൽ ദൃഷ്ടാന്തങ്ങൾ നമ്മൾ വായിക്കേണ്ടത് എങ്ങനെയാണ്? കണ്ടുകൊണ്ടാണ്, കേട്ടുകൊണ്ടാണ്, അനുഭവിച്ചുകൊണ്ടാണ്. സൂര്യൻ, ചന്ദ്രൻ, ആകാശം, ഭൂമി, സസ്യലതാദികൾ, സൃഷ്ടിചരാചരങ്ങളും ഒക്കെ ഉണ്ടല്ലോ. ഇതൊക്കെ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ അടങ്ങിയ ഒരു കിതാബാണ്. പിന്നെ മറ്റൊരു കിതാബാണ് മുനസ്സലായ മഖ്റൂ ആയ കിതാബ്. ഇത് മഖ്ലൂഖല്ല, അള്ളാഹിൻ്റെ സൃഷ്ടിയല്ല. ഖുർആൻ മുനസ്സലാണ്, അള്ളാഹുവിൻ്റെ അവതീർണമായിട്ടുള്ള അള്ളാഹുവിൻ്റെ കലാമാണ്. അത് പാരായണം ചെയ്യാനുള്ള അള്ളാഹുവിൻ്റെ കിതാബാണ്. അതും ദൃഷ്ടാന്തമാണ്. പക്ഷെ അതിലുള്ള ദൃഷ്ടാന്തം ഈ ദൃഷ്ടാന്തം പോലെയല്ല. അതിലുള്ള ദൃഷ്ടാന്തം അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ട് അഫലാ യതദബ്ബറൂനൽ ഖുർആൻ, അവർ ഖുർആനെ തദബ്ബുർ ചെയ്യുന്നില്ലേ, ലിയദ്ദബ്ബറു ആയാതിഹി, അതിലെ ആയത്തുകളെ അവർ തദബ്ബുർ ചെയ്യാൻ വേണ്ടിയതാണ്. എന്ന് പറഞ്ഞാൽ ആയത്തുകൾ ഓതി അതിൻ്റെ വരികൾക്കിടയിൽ കണ്ണ് നട്ട് അതിൻ്റെ ആശയങ്ങളെ ഗ്രഹിച്ച് അതിൽ ചിന്ത നട്ട് അതിൽ നമ്മൾ പഠനം നടത്തിയിട്ടുള്ള ദൃഷ്ടാന്തങ്ങൾ മനസ്സിലാക്കലാണ്. അങ്ങനെയുള്ള ആയത്തുകളാണത്. കൗനിലുള്ള ആയത്തുകൾ നമ്മൾ പറഞ്ഞു, കിതാബിലുള്ള ഈ ഖുർആനിലുള്ള ആയത്തുകളും അതിതാണ്. ഈ ആയത്തുകളെ സംബന്ധിച്ചുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനെ ഇറക്കിയത് തന്നെ തദബ്ബുറിന് വേണ്ടിയാണ്. ലിയദ്ദബ്ബറു ആയാതി വലിയതദക്കറ ഉലുൽ അൽബാബ്. വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ ഞാനൊരു പഠനത്തിന് വായിച്ചു ഓർക്കുന്നുണ്ട്. അപ്പോൾ അതിൽ എനിക്ക് എണ്ണം കൃത്യമായിട്ട് ഓർമ്മ വരുന്നില്ല. പിന്നെ വിശുദ്ധ ഖുർആനിലെ അമാനുഷികതകളെ എണ്ണാൻ ഒരു അൽഹൈഅത്തുൽ ആലമിയ, അതൊരു ശാസ്ത്രവേദിയാണ്, ഒരു ആഗോള സംഘടനയാണ്. അതിൻ്റെ ലക്ഷ്യം വിശുദ്ധ ഖുർആനിലെ ദൃഷ്ടാന്തങ്ങളെ, ശാസ്ത്രീയ ദൃഷ്ടാന്തങ്ങളെ കണ്ടെത്തുക എന്നുള്ളതായിരുന്നു. അങ്ങനെ വിശുദ്ധ ഖുർആനിൽ എത്ര ആയത്താ? 6236 ആയത്തുകളാണ്. ഈ 6236 ആയത്തുകളിൽ അവർ എണ്ണം ഓർമ്മ വരുന്നില്ല. ശാസ്ത്രീയമായിട്ടുള്ള കണ്ടുപിടുത്തങ്ങളുണ്ടല്ലോ, ആ കണ്ടുപിടുത്തങ്ങളിലേക്ക് തെളിച്ചവും വെളിച്ചവും വേകുന്ന ആയത്തുകളായിട്ടാണ് എന്ത് ചെയ്തത് ഈ പണ്ഡിതന്മാർ ആ പഠനം നടത്തിയിട്ടുള്ളത്. അവരെന്നിട്ട് അതിൻ്റെ കണക്കും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഹദീസുകൾ അവരെണ്ണിയിട്ടുണ്ട്, ഇങ്ങനെ ശാസ്ത്രീയമായിട്ടുള്ള ദൃഷ്ടാന്തങ്ങളുള്ള വചനങ്ങൾ, ഹദീസുകൾ. ഏതായാലും ഇവിടെ ചോദ്യകർത്താവ് വിശുദ്ധ ഖുർആനിലെ ദൃഷ്ടാന്തങ്ങൾ എന്ത് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. വിശുദ്ധ ഖുർആനിലെ ദൃഷ്ടാന്തങ്ങൾ അതാണ്. വിശുദ്ധ ഖുർആനിലെ ദൃഷ്ടാന്തങ്ങൾ അത് കേവലം ശാസ്ത്രീയ ദൃഷ്ടാന്തങ്ങൾ മാത്രമല്ല. വിശുദ്ധ ഖുർആനിലെ ദൃഷ്ടാന്തങ്ങൾ അത് പല മുഖങ്ങളിലായിട്ടാണ്. മനുഷ്യന്മാരുടെ ഇഹപര ജീവിതത്തിൻ്റെ സൗഭാഗ്യങ്ങൾ, അതിൻ്റെ സ്രോതസ് വിശുദ്ധ ഖുർആനാണ്. മനുഷ്യന്മാരുടെ മാനസികമായ അതേപോലെ തന്നെ ദൈക്ഷണികമായ അഭിവൃദ്ധിയുടെയും ശക്തിയുടെയും സ്രോതസ്സായിട്ട് വർത്തിക്കുന്നത് വിശുദ്ധ ഖുർആനാണ്. അതൊക്കെ വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവരുടെ, വിശുദ്ധ ഖുർആനിൽ അത് പാരായണം ചെയ്തും പഠിച്ചും കഴിയുന്നവരുടെ അനുഭവങ്ങളും ജീവിതവുമൊക്കെ അതിൻ്റെ വലിയ ഉദാഹരണങ്ങളാണ്. പിന്നെ വിശുദ്ധ ഖുർആൻ ഇപ്പോൾ ഇവിടെ ചോദ്യത്തിൽ ഒരു വേള നിയലിക്കുന്നത് അതിലെ ശാസ്ത്രീയമായിട്ടുള്ള വിഷയങ്ങളും കാര്യങ്ങളായിരിക്കും. അതിൻ്റെയൊക്കെ പഠനങ്ങൾ ധാരാളം, അതിൻ്റെ വിഷയങ്ങളും ധാരാളമുണ്ട്. ഇപ്പോൾ ഞാനതാണ് ഇവരെ ഉദ്ധരിച്ച് ഞാൻ ഉണർത്തിയത്. ഏതായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ നമ്മളോട് ചിന്ത നടാനും ശരിയാംവിധം വായന നടത്താനും കേവല പാരായണത്തിനപ്പുറം അല്ലേ അതിനെ പഠന വിധേയമാക്കാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചത്. വിശുദ്ധ ഖുർആൻ ഇറക്കിയതിൻ്റെ തന്നെ പ്രധാനപ്പെട്ട ലക്ഷ്യവും അതാണ്. പിന്നെ വിശുദ്ധ ഖുർആൻ എന്ന് പറഞ്ഞെങ്കിൽ ഇതൊക്കെ പറയുന്നതോടൊപ്പം അതിൽ ശാസ്ത്രീയമായിട്ടുള്ള കണ്ടുപിടുത്തങ്ങൾക്കുള്ള കാര്യങ്ങളും സൂചനകളും ധാരാളമുണ്ട് എന്നുള്ളതൊക്കെ ശരിയാണ്. പക്ഷേ ഇവിടെ നമ്മൾ അനുബന്ധമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു വിഷയം, എന്തുകൊണ്ട് ഈ ശാസ്ത്രീയമായ കണ്ടുപിടുത്തങ്ങൾ അതിനെ എണ്ണി ശാസ്ത്രമതങ്ങൾ പറയുകയോ സഹാബികൾ എണ്ണി ഇങ്ങനെ അവതരിപ്പിക്കുകയോ ചെയ്തില്ല. എന്നാൽ മതപരമായിട്ട് ഒരാൾക്ക് ജീവിക്കാനുള്ള എല്ലാ കാര്യങ്ങളും വിശുദ്ധ ഖുർആനും
തിരുസുന്നത്തും അടിസ്ഥാനപ്പെടുത്തിയിട്ട് പൂർവികർ പറഞ്ഞല്ലോ, സഹാബികൾ പറഞ്ഞല്ലോ. ഇമാം ഷാത്തിബി അദ്ദേഹത്തിൻ്റെ അബൂ ഇസ്ഹാഖ് ഷാത്തിബി അദ്ദേഹത്തിൻ്റെ അൽ മുവാഫഖാത്തിൻ്റെ ആമുഖത്തിൽ അതുമായി ബന്ധപ്പെട്ടൊരു പഠനം നടത്തുന്നുണ്ട്, ഒരു പഠനം കൊടുക്കുന്നുണ്ട്. യസ്അലൂനക അനിൽ അഹില്ല, അഹില്ലയെക്കുറിച്ച് അവർ താങ്കളോട് ചോദിക്കുന്നു എന്നുള്ള ആയത്തിൻ്റെ തഫ്സീറിൽ അതുമായി ബന്ധപ്പെട്ട്, അതിൻ്റെ തഫ്സീറിലല്ല, അത് ആയത്തിനെ പുരസ്കരിച്ചാണ് ആ പഠനം. എന്താ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്? യസ്അലൂനക അനിൽ അഹില്ല, അഹില്ലയെക്കുറിച്ച് അവർ താങ്കളോട് ചോദിക്കുന്നു. അഹില്ല എന്ന് പറഞ്ഞാൽ എന്താ? പിന്നെ ഇതാണ് ഈ ചന്ദ്രൻ്റെ വൃദ്ധിക്ഷയങ്ങളാണ്. ചന്ദ്രൻ എന്ത് ചെയ്യുന്നു, പിന്നെ ഒരു ക്രസൻ്റായി ഉദയചന്ദ്രനായി തുടങ്ങി അത് പല ഘട്ടങ്ങൾ പിന്നിട്ടിട്ട് അവസാനം കൽ ഒർജൂനൽ ഖദീം അവിടേക്ക് മടങ്ങുന്നു. അതിനെക്കുറിച്ചാണ് ചോദിക്കുന്നത്. അതിനെന്തൊക്കെ ശാസ്ത്രീയതകളുണ്ട്, പിന്നെ അതിൻ്റെ ധർമ്മങ്ങൾ എത്രയാണ്, ശാസ്ത്രീയപരമായിട്ട് എന്തൊക്കെ വിഷയങ്ങൾ അവിടെ പറയാം. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താ പറഞ്ഞത്? ഖുൽ ഹിയ മവാഖീതു ലിന്നാസി വൽ ഹജ്ജ്, ജനങ്ങൾക്ക് കാലനിർണയത്തിന് മീഖാത്തുകളാണവ, ഹജ്ജിനും എന്ന് പറഞ്ഞത്. അതായത് ആളുകൾക്ക് പിന്നെ നിസ്കാരത്തിൻ്റെയൊക്കെ സമയം അറിയാൻ, നോമ്പിൻ്റെയൊക്കെ സമയം അറിയാൻ, പെരുന്നാൾ സമയം അറിയാൻ, അതേപോലെ തന്നെ സക്കാത്തിൻ്റെയൊക്കെ ഹൗൽ വർഷം അത് കണക്കാക്കാൻ, അതേപോലെ തന്നെ ഇനി പിന്നെ ഈ ദീക്ഷാകാലങ്ങൾ യുദ്ധകൾ കണക്കാക്കാൻ, ഇങ്ങനെ തുടങ്ങി ഈലാഹിൻ്റെയൊക്കെ വിഷയങ്ങൾ, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ളതായ കാലനിർണയത്തിനുള്ളതാണ് ഈ പിന്നെ ഇത് എന്ന് പറഞ്ഞ്. പിന്നെ ഹജ്ജിനെ പ്രത്യേകം പറയാൻ കാരണം എന്താ? പിന്നെ ഈ ചോദ്യം ഉന്നയിച്ച ആളുകളുണ്ടല്ലോ, യസ്അലൂനക, അവർ താങ്കളോട് ചോദിക്കുന്ന പറഞ്ഞാൽ മുശ്രിക്കുകളാണ്. അവർക്ക് പിന്നെ പല വിഭാഗങ്ങളും പരിമിത വളരെ പേരിനായിരുന്നു, നോമ്പെടുത്തിയിരുന്നു, നിസ്കാരം അവർക്കുണ്ടായിരുന്നു, അതൊക്കെ. പക്ഷെ ഹജ്ജ് അവർക്ക് കൃത്യമായിരുന്നു. കൃത്യമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാലം, ഹജ്ജിൻ്റെ സീസൺ അവർ വളരെ രീതിയിലായിരുന്നു ഈ മുശ്രിക്കുകൾ കൊണ്ടുനടന്നിരുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ ആ ഹജ്ജിനെ അള്ളാഹു പ്രത്യേകം അവിടെ പറഞ്ഞു. എന്തായാലും അഹില്ലയെക്കുറിച്ച് ചോദിച്ചപ്പോൾ ശാസ്ത്രീയപരമായിട്ട് എന്തൊക്കെ കണ്ടുപിടുത്തങ്ങളുണ്ട്, വിഷയങ്ങൾ, അതൊന്നല്ലല്ലോ പറഞ്ഞതെന്താണ്? ദീനുമായി ബന്ധപ്പെട്ടുള്ള വിഷയമാണ് പറഞ്ഞത്. കാരണം എന്താ? ശാസ്ത്രീയപരമായ കണ്ടുപിടുത്തങ്ങളും കാര്യങ്ങളൊക്കെ നടക്കും, അത് നടത്താൻ ഇവിടെ ആളുകൾ വരികയും ചെയ്യും. പക്ഷേ ദീനി വിഷയങ്ങൾ പറയേണ്ട ആളുകൾ അത് അവിടെ പുലരേണ്ടതുണ്ട്, അവിടെ അതിൻ്റെ ആളുകൾ ഉണ്ടാകേണ്ടതുണ്ട്. കാരണം അവിടെ ഉണ്ടായെങ്കിലേ പിൽക്കാലത്ത് അത് ഏറ്റുപിടിക്കാൻ ആളുകൾ ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനിൻ്റെ വിഷയം അവിടെ പറഞ്ഞത്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളും സഹാബത്തും ദീനീ വിജ്ഞാനങ്ങൾ എന്ത് ചെയ്തത്, ഇതിനെ ഈ ഇത്തരം ശാസ്ത്രീയ വിഷയങ്ങൾ പറയേണ്ട മേഖലകളും അത് പറയാതെ അത് പറഞ്ഞത്. കാരണം അതാണ് ഏറ്റവും പരമപ്രധാനം, അടിസ്ഥാനം എന്നതിന്. അവിടെ ദൃഷ്ടാന്തങ്ങളെക്കുറിച്ച് ചോദിക്കുമ്പോൾ നമ്മൾ അൽഹംദുലില്ലാ ശാസ്ത്രീയമായിട്ടുള്ള കുറേ സൂചനകളും തെളിവുകളും കാര്യങ്ങളും ധാരാളമുണ്ട് എന്നുള്ളതിൽ ഒരു ഇഷ്കാലുമില്ല. പക്ഷേ പ്രധാനം അതല്ല, പ്രധാനം ദീനീ വിഷയങ്ങളും വിജ്ഞാനങ്ങളുമാണ് എന്നുള്ളതാണ്. അതാണ് അതിൽ പറയാനുള്ളത്. അല്ലാഹു ആലം.